കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത നാടിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുനീരും വേദനയും രോഗവും എല്ലാം മാറി അവിടെ നമ്മൾ സ്വസ്ഥമായി വസിക്കുന്ന ദിനങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്കല്പം സന്തോഷം ഈ ഭൂമിയിൽ ലഭിക്കുന്നത്. അവിടെ ചെന്നെത്തുവാനുള്ളതായ ശ്രമം ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ. പലരും അതൊക്കെ മറന്ന് ഈ ഭൂമിയാണ് സ്വർഗമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകി നടക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അവരറിയാതെ പോകുന്നു, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമാണ്. അത് കണ്ടെത്തിയവർക്കും അത് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവർക്കുമായ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം അതിനായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ അവസരം കൂടി ഉണ്ട് എന്നുള്ളതായ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 24-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമായി ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ദൈവം ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും അതിലെ നിവാസികളും ദൈവത്തിൻ്റെതാകുന്നു. അവൻ അതിനെ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെയും ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായി നമ്മുടെ നിൽപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എങ്ങനെയാണ് ആ യഹോവയുടെ പർവ്വതത്തിൽ അവന്റെ വിശുദ്ധ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയുന്നതെന്ന് ഈ വേദഭാഗങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുന്ന ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? അവന്റെ സന്നിധിയിലേക്ക് ആര് അടുത്തു ചെല്ലും? താഴെയുള്ളതായ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ആ മനുഷ്യൻ മാത്രമേ ആ ദൈവിക രക്ഷയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അപ്പോൾ വിശുദ്ധിയോടെ വേർപാടോടെ നമ്മുടെ നിൽപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവരായി തീരുവാൻ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ അവർക്ക് യഹോവയുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ കഴിയും. അതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധീകരണത്തിനുള്ളതായ മാർഗങ്ങൾ ഈ ദിവസങ്ങളിൽ നാം പാലിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറുള്ളവർക്ക് ആ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും അവൻ്റെ വിശുദ്ധ സ്ഥലത്തേക്കും കടന്നു വരുവാൻ ദൈവം അവർക്ക് അനുവാദം നൽകുന്നു. ആര് എന്നെ ശ്രദ്ധിക്കുന്നോ
എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതായ കാര്യം നാം മറന്നു. അപ്പോൾ ഇതാകുന്നു യഹോവയെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടതായ ക്വാളിറ്റി. ഇവിടെ പറയുന്നു, നിർമ്മല ഹൃദയവും വെടിപ്പുള്ള കൈയും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ആ രക്ഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം നൽകിയിരിക്കുന്ന ക്വാളിറ്റി ഇതാകുന്നു അവനെ അന്വേഷിക്കുന്ന തലമുറ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. അപ്പോൾ മഹത്വത്തിന്റെ രാജാവായ നമ്മുടെ ദൈവം നമ്മുടെ അടുക്കിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവനെ അന്വേഷിക്കുന്നവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന ഓരോ ഭക്തന്മാരും തിരിച്ചറിയുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. എപ്പോൾ നീ അവന്റെ ശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുവോ, അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കമിടയായിത്തീരും. അതുകൊണ്ട് പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. മഹത്വത്തിന്റെ രാജാവായ ദൈവത്തിന് നമ്മളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആ യഹോവയുടെ പർവ്വതത്തിലും അവന്റെ വിശുദ്ധ സ്ഥലത്തും നിൽക്കുവാൻ തക്കവണ്ണം വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന അസുലഭ നിമിഷമാണ്. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. അവൻ രക്ഷയുടെ ദൈവത്തോട് നീതിയും അവൻ യഹോവയോട് അനുഗ്രഹവും പ്രാപിക്കുവാൻ തക്കൊണ്ടും ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാം. ആ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തും അവന്റെ പർവ്വതത്തിലും നമുക്ക് വസിക്കുവാൻ തക്കോണം യോഗ്യതയുള്ളവരായി തീരാം. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു കൊടുക്കാം. ആ ദൈവം നമ്മളിൽ പ്രവേശിക്കട്ടെ. അവൻ ആരാണ്? അവൻ മഹത്വത്തിന്റെ രാജാവാണ്, അവൻ മഹത്വത്തിന്റെ ദൈവമാണ്, അവൻ നമ്മുടെ പ്രത്യാശയാണ്, അവൻ നമ്മുടെ എല്ലാമാണ്. ആ നല്ല ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കും. സ്നേഹവാനായ സ്വർഗീയ പിതാവിന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനിടയായിട്ട് കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആർക്കയറും അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർനിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നു. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തരം. അവൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹാലിൽ കർത്താവ് ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരാക്കി വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ തന്നെ മറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.